നമസ്കാരം. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ഒരാഴ്ച കാലത്തിലേറെയായി നീളുമ്പോൾ വലിയ രീതിയിലാണ് ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത്. അതിഭീകരമായ രീതിയിൽ, ഭയാനകമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇറാനിലെ 31 പ്രൊവിൻസുകളിലേക്കും ഈ പ്രതിഷേധം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 45-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. ഏകദേശം 10,000-ലധികം ആൾക്കാരെ തന്നെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു നടപടിയുമായിട്ട് അമേരിക്ക പോകുന്നു എന്ന വാർത്തകളാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഈ യുദ്ധവിമാനങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ധനം നിറയ്ക്കുവാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള C-7, C-17 പോലുള്ള വിമാനങ്ങളും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അതായത് വലിയൊരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇറാനിൽ. അത് യുദ്ധത്തിലേക്ക് കടക്കുവാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, ആയത്തുള്ള ഖൊമേനി ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ റഷ്യയിലേക്ക് നാടുവിടാനുള്ള പദ്ധതികൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയും ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുമുണ്ട്. 1979 അന്നത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ആയത്തുള്ള അൽ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നിലവിൽ വരുന്നത്. ഇത് പ്രക്ഷോഭം ഡിസംബർ 28 ആരംഭിച്ചത്. ഇറാനിൽ ആരംഭിച്ച ഈ പ്രക്ഷോഭം ഭയങ്കരമായ ഒരു രീതിയിൽ തന്നെ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ. ആവശ്യമായിട്ടുള്ള യാത്രകൾ മാത്രം അവിടെ നടത്തിയാൽ മതിയെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തുടനീളം ഇപ്പോൾ ഇറാൻ ഇൻ്റർനെറ്റുകൾ വിച്ഛേദിച്ചിട്ടുണ്ട്. ഏറ്റവും ഭയാനകമായ രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ മുൻ സൂചിപ്പിച്ചതുപോലെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളും വിച്ഛേദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓൺലൈൻ വാച്ച് ഡോഗായ നൈറ്റ് ബ്ലോക്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇറാൻ ഇപ്പോൾ ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാണ്. അതായത് യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആയത്തുള്ള ഖൊമേനി തന്നെ ഇറാനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന ഷാ ഭരണകൂടത്തിൻ്റെ രാജകുമാരൻ റസ്ലെ പഹ്ലവി ആഹ്വാനം ചെയ്തതിന്, അതായത് ഇറാന് നേരെയുള്ള ശക്തമായ പ്രക്ഷോഭം ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഇറാൻ നീങ്ങിയിരിക്കുന്നത്. അവിടുത്തെ ഇൻ്റർനെറ്റുകളടക്കം വിച്ഛേദിച്ച ഒരു സാഹചര്യം അത്തരമൊരു സംഭവത്തിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും എന്ന പഹ്ലവി പ്രക്ഷോഭകരോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇവിടെ ഷാ ഭരണകൂടം തിരിച്ചു വരണമെന്നും ഇറാനിലെ ഈ ആയത്തുള്ള ഖൊമേനിയുടെ ഭരണകൂടം തകർത്തെറിയണം എന്നുമുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിലുള്ളൊരു ഒരു ആക്രമണത്തെയാണ് പിന്നീട് ലോകം കാത്തിരിക്കുന്നത്. അത്തരമൊരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. സത്യത്തിൽ ഒരു ഭ്രാന്തൻ നയങ്ങളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വേണമോ സംഭവിക്കാൻ പറ്റുന്ന ഒരു ലോക സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ വളരെ വ്യക്തമായ ഒരു ചിത്രം ഇനിയെ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും അത് ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.